ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഇമിറ്റേഷൻ്റെ വളകളുണ്ടല്ലോ, നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം വീട്ടിൽ തന്നെ. ഇപ്പോൾ ഈ ഒരു വളയ്ക്ക് ഇത് നല്ലതുപോലെ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. ആ നെറ്റിനകത്ത് ഫുള്ള് ക്ലാവുണ്ട്. നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയാൽ കാണുമ്പോൾ അറിയാം, അതിൻ്റെ അടിവശത്താണ് കൂടുതലായിട്ട് ക്ലാവ്. പിന്നെ നല്ല കറപ്പടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ലാണ്, ബാഡ് സ്മെല്ലാണ്. നമ്മുടെ ഈ ക്ലാവ് പിടിച്ച് കഴിയുമ്പം ഇതുപോലുള്ള ഇമിറ്റേഷൻ്റെ വളകൾക്കും മാലകൾക്കും ഒക്കെ ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇത്രയും അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു വളയാണ് ഇത്. നല്ലപോലെ അഴുക്കുമുണ്ട്, അതിലേറെ ക്ലാവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വള നമ്മുടെ വീട്ടിലുള്ള 1-2 ഐറ്റം വെച്ചിട്ട് എങ്ങനെ വെട്ടിത്തിളങ്ങി, അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് റെഡിയാക്കി കിട്ടുന്നത് പോലെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വലിയ സാധനങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള 2 ഐറ്റം അല്ലെങ്കിൽ 3 ഐറ്റം വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് വെട്ടിത്തിളക്കി നമ്മുടെ ഈ വള ഉപയോഗിക്കാവുന്നതാണ്. കടകളിലൊന്നും കൊടുത്ത് പൈസ കളയണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പഴയൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് പുളിയുണ്ട്, നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, പിഴുപുളി എന്ന് പറയും, അത് കുറച്ച് എടുക്കുക. ഒരു ശകലം, ഒരു നാരങ്ങ വലുപ്പത്തിലെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഇതൊന്ന് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി കൊടുത്തിട്ട് അത് അത്രയും ആ ഒരു സത്ത് ഇറങ്ങണം കേട്ടോ. അതുപോലെ നമ്മൾ നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുക്കണേ. തിരുമ്മി കൊടുത്തിട്ട് നമ്മളെ വള അതിനകത്തോട്ട് ഇടണം. വള നമ്മൾ അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ആ പുളി വെച്ചിട്ട് നല്ല പോലെ വള ജസ്റ്റ് നമ്മൾ ആദ്യം ഒന്ന് തേച്ച് കൊടുക്കണേ. നമ്മളെ പുളി വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം ആ പുളി എടുത്ത് ജസ്റ്റ് നമ്മുടെ ആ വളയുടെ ആ ഒരു അടിഭാഗവും മുകൾ ഭാഗവും ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കണം കേട്ടോ. ഒരു സെക്കൻഡ് ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പുളിവെള്ളത്തിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ ഈ വള മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ മാറ്റി വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റെപ്പുണ്ട്, നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഈ വള. അപ്പോൾ അതിന് മുമ്പ് ഒരു സാധനം കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചേക്കുക. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ പുളിവെള്ളവും വളയും എല്ലാം കൂടെ നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട്, ഏത് പാത്രമാണോ എടുക്കുന്നത് അതിനകത്തോട്ട്, അത്യാവശ്യം പഴയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിവിടെ മിക്കവാറും ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇതുപോലത്തെ പാത്രങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അത്രയും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. നല്ലപോലെ എന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിയുമ്പോൾ ഒരു തിള മതി കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാവേ. ഇതിപ്പോൾ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ചൂടാവുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം കിടക്കുന്ന ഭാഗം അടിയിലാക്കിക്കൊണ്ട് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നല്ല പോലെ തിള വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇവിടെ ഇപ്പം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് പച്ചവെള്ളം എടുത്ത് നമ്മൾ അടുത്ത് വെക്കുക. എന്നിട്ട് ഈ വള നമ്മൾ ആ പച്ചവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പച്ചവെള്ളത്തിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്തത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വലിയ ഇതൊന്നുമില്ല, ഇപ്പം തന്നെ നമ്മുടെ ആ വളയിലുള്ള എല്ലാ അഴുക്കും ചെളിയും കാര്യങ്ങളും ക്ലാവും എല്ലാം നമ്മുടെ ആ പുളിവെള്ളത്തിൽ പോയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ക്ലീൻ ചെയ്യാൻ നമ്മൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് പച്ചവെള്ളം വേറൊരു പാത്രത്തിൽ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് പഴയൊരു ബ്രഷാണ് വേണ്ടുന്നത്. നിങ്ങളെ അടുത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പഴയ ബ്രഷ്, ഞാൻ ഈ ഒരു വീഡിയോ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ബ്രഷ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലൊരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാനിപ്പം കുറച്ച് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ക്ലിനിക് പ്ലസിൻ്റെ ചെറിയ ഷാമ്പു ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുത്ത് നമുക്ക് ഈ വളയൊന്ന് നല്ലപോലെ തേച്ചെടുക്കാതെ. ഷാമ്പുവിന് പകരം നിങ്ങൾക്ക് പേസ്റ്റ് എടുക്കാം, അതുമല്ലെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് എടുക്കാം കേട്ടോ. ഇതെടുത്തിട്ട് നമ്മുടെ വള ആ നെറ്റ് ഭാഗവും ആ അടിഭാഗവും എല്ലാം നല്ല ഭംഗിയായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നല്ലപോലെ തിളക്കം വന്നിട്ടുണ്ട്. അഴുക്കും കാര്യങ്ങളൊക്കെ പോയി നല്ല മഞ്ഞ കളർ. നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുന്നത് കളർ കിട്ടാനാണ് കേട്ടോ. പുളി എന്ന് പറയുന്നത് നമുക്ക് അഴുക്കൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ പോകാനും, മഞ്ഞൾപ്പൊടി നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇമിറ്റേഷൻ്റെ ഈ ആഭരണങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. അപ്പം നമ്മൾ ഇതുപോലൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റും നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്, കമൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ ഇടുന്നവർ ഒരുപാടുണ്ട്.
പക്ഷേ അത് കുറച്ച്, അതായത് വിയർപ്പിൻ്റെയൊക്കെ നമ്മളിവിടെ യാത്രയൊക്കെ പോയി വിയർപ്പൊക്കെ അടിയുവാണെങ്കിൽ പെട്ടെന്ന് ഇത് ചീത്തയായി പോകും. പിന്നെ നമ്മൾ കളയും, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വീണ്ടും പൈസ കൊടുത്തിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മളിതുപോലെ വീട്ടിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് ഒന്ന് കഴുകി ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാവേ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം. അപ്പോൾ അതിനകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പോയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കി, നല്ല കളറും വന്നിട്ടുണ്ട്. അപ്പം നെറ്റിനകത്താണ് നമുക്ക് കൂടുതൽ ക്ലാവ് കണ്ടത്, ആ നെറ്റ് പോലിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് എല്ലാം അത്യാവശ്യം എല്ലാം പോയിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നമുക്കൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു കറുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ നിന്നെടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. എന്നിട്ട് നമുക്കിത് ഞാൻ തുടച്ചെടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ല ഭംഗിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് നോക്കിയേ, കണ്ടോ, നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് പൗഡർ എടുക്കുക. എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതിനകത്തൊന്ന് തിരുമിയിട്ട് തട്ടിക്കളയുക കേട്ടോ. വേറെ ഒന്നിനുമല്ല, നമുക്ക് മഞ്ഞ കളർ ഓവറാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ഉപയോഗിച്ചാൽ മതി. അതല്ല അത്രയും മഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേണ്ടേ ഞാൻ അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ വള നമുക്ക് നമ്മൾ ഷോപ്പിലൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ വള കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അപ്പം നമ്മുടെ നെറ്റിൻ്റെ വള ആയതുകൊണ്ട് പൗഡർ അവിടെ ഇവിടങ്ങളിലൊക്കെ കയറിയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതേണ്ടേ നമ്മുടെ വള ഇവിടെ ക്ലീനാക്കി, നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് മാത്രം ക്ലീനാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാവും അതിൻ്റെ അകത്ത് അഴുക്കും ചെളിയും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കണ്ടോ, ഞാനപ്പോൾ നേരത്തെ ആദ്യം ഞാൻ ഇവിടെ നിന്ന് ഈ വള കാണിച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പൗഡറും കാര്യങ്ങളൊക്കെ നമ്മുടെ നെറ്റിനകത്ത് കയറി ഇരിപ്പുണ്ടെന്നല്ലാതെ നമ്മുടെ ക്ലാവ് ഒരു ശകലം പോലും ഇല്ല കേട്ടോ. ഫുള്ള് അതിൻ്റെ പച്ച കളർ ക്ലാവ് പോയിട്ടുണ്ട്, കറുപ്പ് കളറും ചെളിയും എല്ലാം പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ആഭരണങ്ങളൊക്കെ വീട്ടിലുണ്ട്, എടുത്ത് കളയാൻ വെച്ചേക്കുവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാല ആയിക്കോട്ടെ, വള ആയിക്കോട്ടെ, കമ്മലായിക്കോട്ടെ, പാദസരം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ കേട്ടോ, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മാലയുടെയും പാദസരത്തിൻ്റെയും ഒക്കെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പലതും പല രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നമുക്ക് വേണമെന്ന്, അതായത് യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.